ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ പിന്നെ കമൻ്റൊക്കെ ഉണ്ടാവും, ഇവരുടെ ലൈഫ് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒരു സ്പിൻ ഓഫ് സാധ്യത ഉണ്ട് കേട്ടോ എന്നൊക്കെ ഉള്ളത് അവരെ എല്ലാവരും കൂടി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി നമുക്കത് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയത്. ഞാനത് പെട്ടെന്ന് അങ്ങനെ പ്രൊജക്റ്റ് ആവും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്യാം, നല്ല സാധ്യതകളല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സുരേഷൻ എന്ന ക്യാരക്ടർ, അത് പ്ലേ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങി പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് അനൗൺസ് ചെയ്യാവുന്ന വിധത്തിലേക്കായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്, പക്ഷേ വലിയൊരു സിനിമയായി. നാട് മൊത്തം ഉണ്ട്. ത്രൂ ഔട്ട് ഹ്യൂമറാണ്. അത് മറ്റേ അറിയാം, രതീഷ് പൊതുവാളിൻ്റെ ഹ്യൂമറാണ്. പിന്നെ എന്നാൽ ഇമോഷൻസ് ഉണ്ട്. ഇവരുടെ പ്രേമത്തിൻ്റെ കാലാധിവർത്തിയായിട്ട് അതെങ്ങനെ എങ്ങനെയാണ് പ്രേമം എന്നുള്ള ഒരു പരിപാടിയാണ്. സുരേഷിൻ്റെയും സുമലതയുടെയും പല കാലഘട്ടങ്ങളിൽ കാണിക്കുന്നുണ്ട്. പ്രേമമൊക്കെ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് കാണിക്കാനുള്ള പല വിഷ്വൽ പരിപാടികളുണ്ട്.